അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാൻ ഭാഗപ്പെടുമ്പോൾ പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവെ, അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ, ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ, വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ, അക്ഷയയിലേക്കുള്ള യാത്രകൾ, ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം ഞാൻ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക, പെരമേയാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ പിടക്ക് നമ്പർ കിട്ടാതിരിക്കുക, അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസം? ചില സാധനങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ട് കാണാനില്ല, ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ച് നടക്കുന്ന വ്യക്തിയാകാൻ നീ. ചിലപ്പോൾ കൈ കഴിഞ്ഞ് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ലാത്തത്, അങ്ങനെയുള്ള സത്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം. കർത്താവ് നിന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ സന്ധിക്കും. ദൈവത്തിനെതിരാവുന്ന നിനക്ക് ഇഷ്ടമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചെയ്ത കർത്താവിൻ്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാമേ. വളരെ പെട്ടെന്നുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കും. നമ്മൾ വളരെ കോംപ്രമൈസ് ചെയ്തിട്ട് ആളെ ഉൾക്കൊള്ളാൻ നോക്കും. ദൈവം അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു രീതിയല്ല ബൈബിളിലുള്ളത്. നമ്മൾ ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെയിൽ വിസ്തൃതമാക്കി കെട്ടിടും കാര്യമില്ല. നമ്മളിങ്ങനെ ആൾക്കാരെ സുഖിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ, ആൾക്കാരെ സുഖിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്താൻ. അങ്ങനെയൊന്നും ബൈബിളിന് പറ്റത്തില്ല. അന്നാളുകളിൽ കർത്താവ് പറഞ്ഞില്ല, അന്നാളുകളിൽ
കേൾവിക്ക് ഇമ്പമുള്ളവരെ അവർ വിളിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതിൽ കേൾവിക്ക് ഇമ്പമുള്ളവരെ, ആൾക്കാർക്ക് പ്ലീസിങ് ആയിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നവർ, സ്വപ്പിട്ട് സംസാരിക്കുന്നവരുണ്ട്. 2 തിമോത്തി 4:3 ജനങ്ങൾ 2 തിമോത്തി 4:3 പ്രധാനപ്പെട്ട വചന ഇതാണ്. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. സഹിഷ്ണുത അപ്പം ഇങ്ങനെ പല്ലിറുമ്പവരെ ഉത്തമ പ്രബോധം വരുമ്പോൾ അവരെ തലതിരിക്കും, കീഴ്പ്പെട്ട് നോക്കിയിരിക്കും, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും. സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയെ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അത് ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ്. കേൾവിക്ക് അതായത് ഇപ്പം കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ചില പള്ളികളിലൊക്കെ ലാസ്റ്റ് ടെംപ്റ്റേഷനൊക്കെ അതൊക്കെ ജനങ്ങളുടെ ധ്യാന വിഷയമാക്കി. നോൺസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി നോൺസെൻസ് എന്ന് പറയാം. അതായത് എന്ത് സംബന്ധിച്ചാൽ ഇങ്ങനെ എന്താണ് സഭ, എന്താണ് നോൻപ് കാലം, എന്താണ് ജനങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അത് ആ ഒരു പിടിവിട്ടുപോയി. അപ്പം അത് നോൻപ് കാലത്തിൻ്റെ പേരിൽ ആത്മവിശുദ്ധീകരണവും അനുതാപവും മാനസാന്തരവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ പീഡാനുഭവവും പാപത്തിന് പരിഹാരം എന്ന രീതിയിലാണ് അത്. ഇപ്പം പള്ളിപ്പോലും ഞായറാഴ്ച കുർബാന പോലും കൃത്യമായിട്ട് പങ്കെടുക്കാത്ത, പ്രാക്ടീസിങ് അല്ലാത്ത ആൾക്കാർ വന്നിട്ട് നോൻപ് കാലത്ത് സംസാരിക്കണമെന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ഭീഷണമായ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ പറയാനോ ചോദിക്കാനോ അതും അവർ കാലത്തിൻ്റെ അതാണ് എഴുതിയിരിക്കണത്. വായിച്ചേ. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന അഭിരുചിക്കല്ല, ദൈവത്തിന്റെ അഭിരുചിക്കല്ല, തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അപ്പൊ മനുഷ്യന്റെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടിയിട്ട് മനുഷ്യനെ ദൈവമാക്കാനുള്ള തത്രപ്പാടുകൾ കാണിച്ചു കൂട്ടുന്നത്. ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല. അപ്പോൾ സാത്താൻ എങ്ങനെ വളരെ തന്ത്രപരമായിട്ട് സാംസ്കാരികമായ അനുരൂപണം നടത്തണമെന്നറിയാമോ? സാത്താൻ അതായത് വൃക്ഷത്തിൽ നിന്ന് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറയുന്ന ഈശോ ആ തിരിച്ചറിയലിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. തിരിച്ചറിയലിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ഒന്നാമത്തിൽ. രണ്ടാമത് സഭയോടുള്ള ഐക്യം. സഭയുടെ ഐക്യം എന്ന് പറയുമ്പോൾ കൗതാശികമായ ഐക്യമാണ്. വചനസാക്ഷ്യമായ ഐക്യം, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളോടുള്ള ഐക്യം, അങ്ങനെ ഒത്തിരിയേറെ ഐക്യങ്ങളുണ്ട്. സഭാ സമൂഹത്തോടുള്ള വേറിട്ട് നിൽക്കാതെ ഉള്ള കൂട്ടായ്മ, നമ്മൾ തന്നെ നമ്മുടെ ശിക്ഷ സ്വയം വലിച്ച് തലയിൽ വെക്കുന്ന പോലുള്ള, അതൊന്നും ദൈവം വെറുതെ വിടത്തില്ല. ശരിക്കും ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ലിസ്സി മലപ്പുറം ഇടവക അവിടെ നിന്നൊരു സാക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ലിസ്സി ചേച്ചി കുറേ സാക്ഷ്യം പറയുന്നുണ്ട്. അതിനകത്ത് ഒരു സാക്ഷ്യമാണ് ഞാൻ പിക്കപ്പ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു മകളുണ്ട്. അവരുടെ മകൾ IELTS എഴുതി അവൾ തോക്കും. തോറ്റ് കഴിയുമ്പോൾ ഒന്നാമത് തോക്കും, പിന്നെ രണ്ടാമത് എഴുതും, അത് തോക്കും, പിന്നെ മൂന്നാമത് എഴുതും, അത് തോക്കും. അപ്പോൾ രണ്ടാമത് എഴുതി തോക്കുമ്പോൾ ഇവർ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് മൂന്നാമത് എഴുതി അത് തോക്കും, നാലാമത് എഴുതി അത് തോക്കും. അത് തോക്കുമ്പോൾ ഇവളുടെ ഈ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. ഇവളുടെ വിശ്വാസം എല്ലാം പോവുക. ഉടമ്പടി എടുത്തിട്ടും അവൾ ഉടമ്പടി IELTS തോറ്റല്ലോ എന്ന്. അപ്പോൾ അമ്മ ചോദിക്കും ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ പറയും എനിക്ക് ത്രില്ലാണെന്ന് പറയും. എന്താണ് തോറ്റതിൻ്റെ ത്രില്ലേ? ഇത് ഫസ്റ്റ് ടൈം ഞാൻ ഹിയറിങ് ഇറ്റ്. നോക്കുമ്പോൾ നമുക്ക് ഡൗണായി ഡിപ്രസ്ഡായി പോകണമല്ലേ ആൾക്കാർ സാധാരണ ചെയ്യണത്. അപ്പോൾ അമ്മ ചോദിക്കണത് നീ ഓക്കെ അല്ലേന്ന് ചോദിക്കണത് എൻ്റെ കാര്യം എന്താണ്? നിനക്ക് വിശ്വാസം വല്ലതും പോയാ എന്നതിൻ്റെ അർത്ഥം. അമ്മമാർക്ക് ഉൾക്കണ്ടയാണല്ലോ. മക്കളുടെ വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒന്നും നടന്നില്ലെങ്കിൽ അപ്പം തന്നെ പ്രാർത്ഥനയും പോയി പള്ളിയും പോയി എല്ലാം പോകുന്ന ഒരു അവസ്ഥയാണ്. അത് പുതിയ ആൾക്കാരുടെ ഒരു അവസ്ഥയാണത്. എന്തായിക്കോട്ടെ. പക്ഷേ അപ്പോൾ അതുകൊണ്ട് അമ്മയൊക്കെ നീ ഓക്കെ അല്ലേ? അപ്പോൾ നാലാമത്തെ പ്രാവശ്യം തോറ്റതുകൊണ്ടാണ് ചോദിക്കണത്. അപ്പോൾ പറയും എനിക്ക് ത്രില്ലാണ് ഇനി എഴുതാനെന്ന്. അപ്പോൾ അമ്മ പറയും നീ എഴുതണ്ടെന്ന് പറയും.
എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എഴുതണമെന്ന് പറയാൻ കാര്യം ഇവരോട് അമ്മ പറയും ഇനി അവളെ കൊണ്ട് എഴുതിക്കേണ്ടെന്ന് പറയും. എന്താ കാര്യം? ഉള്ളതിൽ തന്നെ അവൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ അമ്മ ഇവൾക്ക് മറുപടി കൊടുക്കും. എന്താണ്? ഇനി എഴുതണ്ട, ഇനി റീവാലുവേഷൻ കൊടുത്ത് കൊച്ചു ചിന്തിച്ചിട്ടില്ല, മോള് ചിന്തിച്ചിട്ടില്ല. അമ്മ അവളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി നീ എഴുതത്തില്ല. കാര്യം എന്താണ്? അമ്മ നിന്നെ ജയിപ്പിക്കും. എന്താ കാര്യം? നമ്മൾ റീവാലുവേഷൻ കൊടുക്കും. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ പറയും റീവാലുവേഷൻ കൊടുക്കുമ്പോഴും എഴുതിയ കാൻഡിഡേറ്റിന് ഒരു കാൽക്കുലേഷൻ ഉണ്ടാകുമല്ലോ. ഇന്ന കൊണ്ട് മാർക്ക് കുറഞ്ഞു പോയി ചിലപ്പോൾ കമ്പ്യൂട്ടർ ചെയ്ത വിഷയമായിരിക്കും, ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അവർക്കങ്ങനെ ഒരു സാധ്യതയില്ല. റീവാലുവേഷൻ ഒരു സാധ്യത കാൻഡിഡേറ്റിനില്ല. പിന്നെ കുട്ടിയുടെ അമ്മയ്ക്കാണ് റീവാലുവേഷൻ്റെ സാധ്യതയുള്ളത്. അത് മെറിറ്റല്ല, പിന്നെ എന്താണ്? ഗ്രേസാണ്. എന്താണ്? പരിശുദ്ധ അമ്മ റീവാലുവേറ്റ് ചെയ്യുമെന്ന് അതിൻ്റെ അർത്ഥം. ഈ സാക്ഷ്യത്തിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോഷുവ 1:9 ഒന്ന് വായിച്ചോളൂ. ജോഷുവ 1:9, അതുപോലെ തന്നെ നിയമാവർത്തനം 31:6 കുറേ വാഗ്ദാനങ്ങളെ ഈ ഒരു സാക്ഷ്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ത്രില്ലടിക്കണത്. വസ്തു അവർ പറയുന്ന ത്രില്ല് പിന്നെ ബിബ്ലിക്കലായിട്ട് ത്രില്ലല്ല, അത് വേറൊരു സബ്ജക്റ്റ്. അവർക്ക് ബിബ്ലിക്കലായിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നാട്ടു മലയാളത്തിൽ നാട്ടു ഇംഗ്ലീഷിൽ അവർ ത്രില്ലെന്ന് പറഞ്ഞത്. പക്ഷേ ത്രില്ലല്ല, അത് സ്വാഭാവികമായിട്ട് നമുക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ, നമുക്കൊരു ഉറ്റവർ രോഗിയായി മാറുമ്പോൾ പെട്ടെന്ന് ദൈവം നമ്മുടെ തകർന്നു പോയ മനസ്സിലേക്ക് റീഫോർമാറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് റീഫോർമാറ്റ് ചെയ്യും. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു, അത് പറയുന്നത് ജോഷുവ 1:9 ആണ്. പിന്നെ നിയമാവർത്തനത്തിൻ്റെ 31:6 ലെറ്റ് കം ടു ദി ടെസ്റ്റ് വായിച്ചോളൂ. ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണം. പറഞ്ഞോളൂ. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അതൊന്ന് ആവർത്തിച്ച് പറഞ്ഞേ. നിന്റെ ദൈവമായ കർത്താവ് കൈ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞേ. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടി ഉണ്ടായിരിക്കും. ശ്രുതികട്ടെ. ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. നിയമാവർത്തനം 31:6. ഇതെല്ലാം വരുന്നത് നിന്റെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. ഒന്ന് പറഞ്ഞേ. ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അപ്പം ദൈവമാണ് കൂടെ വരുന്നതെന്നുള്ളത് ഉടമ്പടിയുടെ മാത്രം പാക്കേജാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതെന്തുകൊണ്ട് ഇപ്പം അവർ പറഞ്ഞത് 4ാമത്തെ പ്രാവശ്യം IELTS തോറ്റപ്പോഴവർക്ക് കെട്ടിത്തൂങ്ങാൻ കയറെടുത്തെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ത്രില്ലടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് വ്യത്യാസം. ഇതാണ് മനസ്സിലായോ? പരീക്ഷയ്ക്ക് നോക്കുമ്പോൾ പിള്ളേർ ആത്മഹത്യയല്ല ചെയ്യണം. അതാണ് ലോകവും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഒറ്റക്കുട്ടി അവർ പറഞ്ഞ ത്രില്ലടിച്ചെന്ന് പറയുമ്പോൾ അവർക്കത് പറയാനറിയാൻ പാടില്ലാതാണ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. ഇനിയൊരു 10 IELTS കൂടി എഴുതാനുള്ള ബാല്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചങ്കൂറ്റം വന്നിരിക്കുകയാണ്, ആത്മീയ ചങ്കൂറ്റം. ഈ ആത്മീയ ചങ്കൂറ്റം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ദൈവപൈതലേ, നീ ഉടമ്പടി എടുക്കുമ്പോൾ നീ എന്തിൻ്റെ ഭാഗമാകുന്നു? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ഭാഗമാകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിനക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വേറെ ഏത് പ്രാർത്ഥനാ രൂപമുള്ളത്? എക്സെപ്റ്റ് ദ കവനൻ്റ് അല്ലാതെ. വൈ കവനൻ്റ്? എന്തുകൊണ്ട് കവനൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മറുപടി ഇതാണ്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യുന്നത് കവനൻ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പരിശുദ്ധ കുർബാനയെ സാന്നിധ്യമില്ലേ? സോ വൈറ്റ് ഔട്ട്. എന്താ കാര്യം? ബിക്കോസ് ഹോളി ക്രിസ്റ്റ് ഇസ് എ കവനൻ്റ്. പരിശുദ്ധ കുർബാന എന്താണ്? കവനൻ്റ് മാത്രമേ സാന്നിധ്യം കൊടുക്കുന്നുള്ളൂ. ബാക്കി അതായത് ഇപ്പോൾ ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ കുട്ടിക്ക് ദൈവസാന്നിധ്യം വന്നതാണ്. അവരെന്താ പറയണത്? എനിക്ക് ത്രില്ലാണ് ഒന്നുകൂടി എഴുതാൻ. അതായത് അവർക്ക് ശക്തി കിട്ടിയിരിക്കുന്നു, ധൈര്യം കിട്ടിയിരിക്കുന്നു. അതാണ് ജോഷുവ 1:9. അവർക്ക് ശക്തി കിട്ടിയിരിക്കുന്നു, ധൈര്യം കിട്ടിയിരിക്കുന്നു. പിന്നെ എന്താ കാരണം? ദൈവമായ കർത്താവാണ് കൂടെ വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ആ ഭവനത്തിൽ, ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കുടികൊള്ളുമ്പോഴാണ് അവർക്ക് ശക്തി ലഭിക്കുന്നത്, അവർക്ക് ധൈര്യം കിട്ടുന്നത്. ആ കുട്ടിക്ക് അത് പറയാൻ അറിയാത്തത് കൊണ്ടാണ് അവൾ പറഞ്ഞത് എനിക്ക് ത്രില്ലടിച്ചിരിക്കണം എന്ന് പറയുന്നത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ആധുനിക മനുഷ്യൻ, പുതിയ കാലത്തെ മനുഷ്യൻ്റെ പുതിയ കാലത്തെ ഡിമാൻഡ്സ്, ആവശ്യങ്ങൾ, അതിനോട് കൂടെ അപ്ഡേറ്റ് ചെയ്താണ് ഉടമ്പടി വരുന്നത്. ശരിക്കും
ഇപ്പോൾ ചേച്ചി ഗ്രീനി ബ്ലസൻറ്റിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, അവിടെ ഗൂഗിൾ തിരിഞ്ഞു പോയെന്ന് പറഞ്ഞില്ലേ, ഗൂഗിൾ തിരിഞ്ഞു പോയി ഒരു ആലപ്പുഴ വഴി കൊണ്ടുപോകുന്നു. എന്താ അവരുടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് ഇൻ്റർവ്യൂവിന് പോവുകയാണ്, വിസ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അവിടെ ഏജിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് റിജക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. തന്നെയല്ല COS എന്ന് പറഞ്ഞ പേപ്പർ വേണം, പോകുന്നവർക്കറിയാം. അവർ ജോലിക്ക് പോകണമെങ്കിൽ COS പേപ്പർ വേണം. എന്താണ്? എഗ്രിമെൻ്റാണ്. അവിടെ നമുക്ക് വിസ തരണം മുമ്പ് COS പേപ്പർ നമ്മുടെ എഗ്രിമെൻറ്റ് തരും. ഈ COS പേപ്പർ കിട്ടാൻ വേണ്ടി മിക്കവാറും എടുക്കുന്നത് 5 മാസം എടുക്കും സാധാരണ. ചിലക്ക് 2 കൊല്ലം കഴിഞ്ഞാലും കിട്ടത്തില്ല. ഇവർക്ക് ഏജ് ഇപ്പോൾ 50-52 വയസ്സുള്ള ആളിനെ ഈ ഗൂഗിൾ മാപ്പിലൂടെ മാതാവ് തിരിച്ച് ഇറക്കി മാതാവിൻ്റെ മുമ്പിൽ കൂടി കൊണ്ടുപോകണല്ലേ, ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോകല്ലേ. ഇവിടെ COS പേപ്പറിൻ്റെ ടൈം എത്രയാണെന്ന് അറിയാമോ? 5 ദിവസം. കൈയടിച്ച് കർത്താവിനെ. പിന്നെ ഈ ദിവസത്തെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്ന് ഡോക്ടർ ഗ്രേസിൻ്റെതാണ്. ഗ്രേസ് എന്ന റോസൻ, ഡോക്ടർ റോസൻ ഗൈനക്കിൻ്റെ ഡോക്ടറാണ്, ഗൈനക്കോളജിയാണ്. അവിടെ സാക്ഷ്യം കണ്ടു കാണും അല്ലേ, എല്ലാവരും കണ്ടു കാണും അല്ലേ. ആ സാക്ഷ്യത്തിൻ്റെ രീതി ഇപ്പോൾ ആ സാക്ഷ്യത്തിൻ്റെ സഞ്ചാരം നോക്കണം. ഇവർ ഗൈനക് ഡോക്ടറാണ്, പക്ഷേ ഇവർക്ക് കുട്ടികളുണ്ടാകത്തില്ലേ? ഒന്നും ചിന്തിച്ച്, കുട്ടികളുടെ ഡോക്ടറല്ലേ ഗൈനക് എന്ന് പറയുന്നത്, പക്ഷെ അവർക്ക് കുട്ടി ഉണ്ടാകത്തില്ല. അതിന് കാരണം അവർക്ക് ഗ്രേസ് ഡിസീസാണ്. ഒരു കുട്ടി ഉണ്ടായി അബോർട്ടായിപ്പോയി, ഗ്രേസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസമാണ്. തൈറോയിഡ് തന്നെ ഏറ്റവും കൂടിയതാണ്. അപ്പോൾ അവരും ഗൈനക്കിൻ്റെ ഡോക്ടറായത് കാരണം അവർക്കറിയാം കുട്ടി ഉണ്ടാകത്തില്ലെന്ന് അറിയാം. ഈ ഒരു ഡൈക്കോട്ടമി കണ്ടാവും. സയൻറ്റിഫിക്കലി ഷീ നോസ്. അവർക്കത് കുട്ടിയെ ബേർ ചെയ്യാൻ പറ്റത്തില്ലെന്നും അവർക്ക് ഹൈപ്പർ തൈറോയിഡിസം ആണെന്നും അവർക്കറിയാം. കൂടാതെ അവർ നമ്മുടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആലപ്പുഴ കേരളത്തിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ചെന്നപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ, നിങ്ങളൊരു ഡോക്ടറല്ലേ, ഡോക്ടറിന് അറിയാമല്ലോ കുട്ടിക്ക് കൈയും കാലും ഉണ്ടാകത്തില്ലെന്നും. അതായത് ഹൈപ്പർ തൈറോയിഡ് അമ്മയ്ക്കുണ്ടെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആയ കുട്ടിക്ക് കൈയും കാലും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് പറയും. അപ്പോൾ ഇവർ സാക്ഷ്യം പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയുക വെച്ചാൽ, അവർ പറയണത് ഈ ലോകത്ത് എത്ര ജ്ഞാനമുണ്ടായാലും, അവർ പറയുന്നുണ്ടത് ഈ ലോകത്ത് എത്ര ജ്ഞാനമുണ്ടായാലും, ഞങ്ങൾ കുടുംബത്തോടെ ഡോക്ടർമാരാണ്. ഞാൻ ഡോക്ടർ, എൻ്റെ ഭർത്താവ് ഡോക്ടർ, അപ്പൻ ഡോക്ടർ, അമ്മ ഡോക്ടർ, ഞങ്ങൾ കുടുംബത്തോടെ ഡോക്ടർമാരാണ്. പക്ഷേ എങ്കിലും അവർ പറയണത്, അവരുടെ ആ വാക്ക്, ആ ഗൈനക്കിൻ്റെ വാക്ക് എന്താണ് ഇവിടെ സാക്ഷ്യം പറയണത്, ഇവിടെ നിന്ന് പറഞ്ഞത് എന്താണ്? ഈ ലോകത്ത് എത്ര, നിങ്ങൾ കേൾക്കണത്, അവർ പറഞ്ഞത് ഈ ലോകത്ത് എന്തുമാത്രം ജ്ഞാനം ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് ലോകം കൊണ്ട് നടക്കുന്നത് ഈശോയും അമ്മയുമാണെന്ന്. കൈ ഇടിച്ച് ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്രയും ഇതിൻ്റെ എല്ലാ ചാലഞ്ചും ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഗൈനക് ഡോക്ടർ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാം. അവർക്ക് കിട്ടിയ ജന്മത്തിൽ കുട്ടി ഉണ്ടാകാൻ പോണില്ല, ഉണ്ടെങ്കിൽ തന്നെ കൈയും കാലും ഉണ്ടാകാൻ പോണില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവർ പറയും അമ്മ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് ഇവർ വിശ്വസിക്കും എന്താണ്, ഈ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ അപ്പുറത്ത്, ഈ ഗ്രേസ് ഡിസീസിൻ്റെ അപ്പുറത്ത്, ഈ സയൻസിൻ്റെ അപ്പുറത്ത് എൻ്റെ അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് കൈയടിച്ച് കർത്താവിനെ. ആ പ്രാതികൂല്യങ്ങളുടെ ഇടയ്ക്ക് വിശ്വാസത്തിൻ്റെ കൈ കൊണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു മേടിക്കുന്ന ഒരു സാക്ഷ്യമാണത്. ആ കുഞ്ഞിനെ കൊണ്ടാണ് സാക്ഷ്യം, വിട്ടുക്കനായ നല്ല കൊച്ചി. ആ കുഞ്ഞിനെ കൊണ്ടാണ് ഒരു സാക്ഷ്യം പറയണത്. എന്നിട്ട് അത് ആ കുഞ്ഞിനോട് 3-ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ഈ കൊച്ചിന് ഡൗൺ സിൻഡ്രോമാണ്. അവർ പറയുന്നുണ്ട് എനിക്കിത്തിരി പേടി തോന്നിയായിരുന്നു, പക്ഷേ ഞാൻ അമ്മയെ ആശ്രയിച്ചെന്ന്. ഈ പറഞ്ഞ പോലെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയി, പക്ഷേ കൊച്ചിന് ഡൗൺ സിൻഡ്രോമാണ് സ്കാൻ ചെയ്യുമ്പോൾ. പക്ഷേ നമുക്ക് സമയമുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് സമയമുണ്ടല്ലോ എന്ന് ഞാൻ പറയും. എന്താ കാര്യം? ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, എയർ ഹോസ്റ്റസിൻ്റെ സാക്ഷ്യം. അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ സാക്ഷ്യം പറയണത് എയർ ഹോസ്റ്റസ് തന്നെയാണ് സാക്ഷ്യം പറയണത്. പക്ഷേ എന്താ ആ സാക്ഷ്യത്തിൻ്റെ പേര് അമ്മയുടെ പേരിലാണ്. അമ്മയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണത്, അവരുടെ പേരും സ്ഥലവും പറഞ്ഞ്. അതിനുശേഷം അമ്മ പറയുന്നത് എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇവരാണ് സാക്ഷ്യം പറയുന്നത്. അതുകൊണ്ടാണ് അവരുടെ പേര് അവർ പറയാത്തത്. നമ്മുടെ ഉടമ്പടി കിടപ്പുണ്ട്, നമ്മുടെ യൂട്യൂബിൽ ആ പേര് സാക്ഷ്യം കിടപ്പുണ്ട്. പക്ഷേ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എയർ ഇന്ത്യയുടെ എയർ ഹോസ്റ്റസിൻ്റെ ഇൻ്റർവ്യൂവിന് പോകും. അപ്പോൾ ഇവർ ഓക്കെ ആവും. അവർക്ക് പഠിപ്പുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാ സംഭവമുണ്ട്. അപ്പോഴേ പറയും ഓക്കെ നിങ്ങൾ അപ്പോയിൻറ്റഡ് ആണെന്ന് പറയും. പക്ഷേ അപ്പോയിൻ്റ് ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ലാസ്റ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴാണ് അപ്പോയിൻമെൻ്റ് ആകണത്. ബാക്കിയെല്ലാം ഓക്കെ. പക്ഷേ മെഡിക്കൽ എടുക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവും. 1.7 സെൻറ്റിമീറ്റർ സിസ്റ്റ് ഇവിടെ യൂട്രസിലുണ്ടാവും. 1.7 സെൻറ്റിമീറ്റർ സിസ്റ്റ് യൂട്രസിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ റേഡിയോളജിസ്റ്റ് പറയും ഈ റിപ്പോർട്ട് കൊടുക്കരുത്, ഈ റിപ്പോർട്ട് കൊടുത്താൽ നിങ്ങളുടെ ജോലി പോകുമെന്ന് പറയും. അപ്പോൾ ഇവളുടെ അമ്മ പറയും കൃപാസന അമ്മയെ പോയി കണ്ടിട്ട് റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറയും.
അതാണ് വിഷയം. അവർ ഇവിടെ വന്ന് അവർക്ക് ചീട്ടക്കോളി ഇതാണ് എമർജൻസി എന്ന് പറയണത്. അത് എമർജൻസി അല്ലേ? അപ്പോൾ എമർജൻസി ആകുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ അവിടെ കണ്ടായിരുന്നു. ഒരു ദിവസം 10-80 പേര് ഞാൻ കാണും. ഞായറാഴ്ച ഉച്ച എല്ലാ ദിവസവും കാണും ആൾക്കാരെ. ഞായറാഴ്ച ധ്യാന ദിവസം ആയതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞോളൂ, മോളെ പിടിക്കേണ്ട, ഈ ജോലി നഷ്ടപ്പെടത്തില്ല നിനക്ക്. നീ വിശ്വാസത്തോടെ ഉടമ്പടി തൈലം എടുത്ത് യൂട്രസിൽ ഒരു കുരിശിട്ടിട്ട് പോയി സ്കാൻ ചെയ്തോളാൻ പറയും. അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത്. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നമ്മുടെ ഉണ്ടല്ലോ, 1.7 റിപ്പോർട്ട് കയ്യിലുണ്ടല്ലോ സിസ്റ്റം എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സാക്ഷ്യം. 1.7 അവളുടെ യൂട്രസ് 1.6 എന്നുള്ളത് സാക്ഷ്യ സ്കാൻ റിപ്പോർട്ട് നമ്മുടെ ഉള്ളതാണ്. ഒരു ദിവസമേ ഉള്ളൂ മാറിയിട്ടുള്ളൂ. ഒരു ദിവസം മാറിക്കഴിയുമ്പോൾ പിന്നെ പിറ്റേ ദിവസം വീണ്ടും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. പക്ഷേ റേഡിയോളജിസ്റ്റ് പറയും ചെയ്യരുത്, ചെയ്താൽ ഇത് അവിടുത്തെ എയർ ഇന്ത്യയുടെ ഡോക്ടർമാരല്ലേ ഇത് പരിശോധിക്കേണ്ടത്, അവർ നിങ്ങൾ എടുക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് അമ്മയെ കാണും. അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇവരോട് ഞാൻ പറയും, നിങ്ങൾ ഉടമ്പടി തൈലം എടുത്ത് യൂട്രസിൽ നേരെ പൊക്കിളിന് താഴെ ഒരു കുരിശിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പോയി സ്കാൻ ചെയ്തോളാൻ പറയും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വിഷയം സാക്ഷ്യം. അതായത് നമ്മൾ എന്ത് ആപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആര് ആപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാര്യം. ഉടമ്പടി തൈലം ഒത്തിരി പേര് ആപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാരുടെ അനുഭവങ്ങൾ വെട്ടിക്കിട്ട അനുഭവങ്ങളാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒക്കുക. ചിലർക്ക് ചോദിക്കില്ല, ഇത് എണ്ണ തേച്ചപ്പോൾ എന്ത് സംഭവിക്കാനാണെന്ന്. അത് എന്താണെന്ന് ആ എണ്ണയെന്ന് ആദ്യം അറിയണം. ഒന്നാമത്തിൽ അത് ഉടമ്പടി തൈലം ഒലിവ് ഓയിൽ കർത്താവിൻ്റെ ഒരു ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്, റോമർ 10:9 അനുസരിച്ചാണ് അത് എംപവർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ പവർ റിലീസ് ചെയ്യണം നിങ്ങളും ഇതിൻ്റെ അകത്ത് ആ പ്രിൻസിപ്പിൾ തന്നെ, അതേ ഫോർമുല തന്നെ ഉപയോഗിക്കണം. എന്താണ്? യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. പിന്നെ എന്താണ്? ദൈവം അവനെ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. രണ്ടും രണ്ട് സംഭവമാണ്. രണ്ടും ഒന്നല്ല. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, രണ്ടും പറയേണ്ടി വരും. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അതാണ് ചെയ്യണത്, അല്ല ഒരു പ്രാർത്ഥന ചൊല്ലിക്കൂട്ടുകയല്ല. കാര്യം ഞങ്ങളിൻ്റെ ഇൻകൾക്കറ്റ് ചെയ്ത പവറിനെ റിലീസ് ചെയ്യാണ്. പ്രൊമിത്തരെ അത് ടു റിലീസ്. പ്രാമിസല്ല, വാഗ്ദാനങ്ങളല്ല, അങ്ങനെയല്ലേ പ്രാപിക്കണത്. നമ്മൾ വിശ്വാസമല്ല വിശ്വസ്തത കൊണ്ടാണ് ഇതിനെ ആക്ടിവിറ്റി ചെയ്യിക്കുന്നത്. അതെൻ്റെ പാസ്വേഡ്, ഫിഡലിറ്റിയാണ് എൻ്റെ പാസ്വേഡ്. അപ്പം അതനുസരിച്ചിട്ട് ഇവരതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പവർ ഈശോയുടെ കറക്റ്റ് ശക്തിയായിട്ട് അത് കൺവേർട്ട് ചെയ്യുമെന്ന്. അത് അവർക്ക് അവിടെ കപ്പാസിറ്റി ഒരു പ്രോബ്ലമാണ് മക്കളെ. നിങ്ങൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറേ എക്സർസൈസ് തരുന്നുണ്ട്. രോഗികളെ പോയി കാണുക, അല്ലേ? അപ്പോൾ തന്നെ പാവത്തിനെ കാണുമ്പോൾ സാമ്പത്തികമായിട്ട് വിഷമം അനുഭവിക്കുന്നവരെ രോഗികളെ കാണുമ്പോൾ അവരെ സഹായിക്കുക, വസ്ത്രം കൊടുക്കുക, കൃപാസനം പത്രം കർത്താവിനറിയാത്ത അറിയിക്കുക, അറിഞ്ഞിട്ട് ആഴപ്പെടുത്തുക, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് പ്രാർത്ഥിച്ച് അത് ഷെയർ ചെയ്യുക. ഇതെല്ലാം എക്സർസൈസുകളാണ്. എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. എന്താണ്? ചൊല്ലണ പ്രാർത്ഥന അല്ലല്ല ഉടമ്പടി. ഉടമ്പടി എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കപ്പാസിറ്റി കൂടും. കപ്പാസിറ്റി കൂടുമ്പോൾ എന്ത് പറ്റും? ക്ലെയിം കൂടും. ഉടമ്പടി അങ്ങനെ വർക്ക് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ ഇത് വെറുതെ ഒരു പ്രാർത്ഥനയും ചൊല്ലി അത് മൂലക്കിടന്ന് പിച്ചുമ്പയും പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഉടമ്പടി നിങ്ങൾ വേണ്ട ഒരു ചെമ്പരത്തിപ്പൂ ചെവി വെച്ചോണ്ട് അങ്ങനെ നടക്ക്. ഉടമ്പടി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഏതെങ്കിലും മൂലക്കിടന്ന് കുറച്ച് പ്രാവശ്യം പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. അത് ഉടമ്പടി അല്ല. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ്? ക്രിസ്ത്യാനിറ്റിയിലെ എല്ലാം കൃപകളെല്ലാം കപ്പാസിറ്റി വർക്ക് ചെയ്യണത്. യോഹന്നാൻ 1:12 ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ? എന്താണ്? അവൻ്റെ നാമത്തിൽ പറഞ്ഞ് വിശ്വസിക്കുന്നവർക്കെല്ലാം. അല്ല ക്രിസ്ത്യൻസ് എല്ലാം കാത്തലിക്സിനെല്ലാം എല്ലാം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആരാണ് ക്രിസ്ത്യാനി, ആരാണ് നോൺ ക്രിസ്ത്യൻസ് നമുക്ക് അറിയത്തില്ലല്ലോ. നോൺ ക്രിസ്ത്യനായിട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനിയുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന നോൺ ക്രിസ്ത്യനുണ്ട്. നമുക്ക് മാക്സിമം പറയാൻ പറ്റുന്നത് നോൺ ബാപ്റ്റിസ്റ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ജ്ഞാനസ്നാനം എടുക്കാത്ത ആളെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുവോ അതാണ് യോഹന്നാൻ 1:12. എന്താണ്? വിശ്വസിക്കുന്നവർക്കെല്ലാം ഒന്ന് പറഞ്ഞേ. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി കൈയടിച്ച് കർത്താവിനെ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴും നിങ്ങളെ ചെല്ലുമ്പോഴല്ലേ കഴിവ് വർദ്ധിപ്പിക്കണത്. അപ്പം നിങ്ങൾ ചോദിക്കും, യോഹന്നാൻ 1:12 അവൻ്റെ നാമത്തിൽ പറഞ്ഞ് വിശ്വസിക്കുന്നവർക്കെല്ലാം
ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അതാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോ ദിവസവും ക്രൊണോളജിക്കൽ അനുസരിച്ചുകൊണ്ട് കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടുവരണം. ക്രൊണോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് 40 വയസ്സുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികം 40 വയസ്സിൻ്റെ കപ്പാസിറ്റി എങ്കിലും ഉണ്ടാകണം. 40 വയസ്സുകാരന് 20 വയസ്സുകാരൻ്റെ വിശ്വാസ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ അരിയറെല്ലാം പരിഹരിക്കാൻ വേണ്ടിയാണ് പുതിയ എക്സർസൈസ് തരണത്. രോഗികളെ പോയി കാണാൻ പറയും ഇല്ലേ? പിന്നെന്താണ് പറഞ്ഞത്? ഭേദം കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ പറ്റും. അതെല്ലാം അധ്വാനമാണ്, എല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ്. ചെയ്യണതനുസരിച്ച് എന്താ സംഭവിക്കണത്? അതായത് നിങ്ങളുടെ കൃപ വർദ്ധിക്കും. ഇപ്പോൾ നമുക്കറിയാമല്ലോ കാറൊക്കെ ഓടുന്നത് എങ്ങനെയാണ്? നമ്മളെ കീ കൊടുത്തിട്ട് ശേഷം ആദ്യം ബാറ്ററിയിലുള്ള കറണ്ട് കൊണ്ടാണ് ഈ സാധനം ഓടുന്നത് അല്ലേ? അതിനുശേഷമാണ് പിന്നെ പെട്രോളിലേക്ക് ഈ സാധനം പോകുന്നത്. ഓടിക്കഴിയുമ്പോൾ ഡൈനാമോ എല്ലാം വർക്ക് ചെയ്തിട്ട് പിന്നെ അതിവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഓടാൻ തുടങ്ങും പെട്രോൾ. പക്ഷേ ഫസ്റ്റ് ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ബാറ്ററിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് കറണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് മിനിമം നമ്മുടെ കയ്യിൽ പവറുണ്ട്, അത് വെച്ച് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പിന്നെ ഉടമ്പടിയായിരിക്കും നിങ്ങളെ കൊണ്ടു നടക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉടമ്പടി ആയിരിക്കും. കാര്യം ഉടമ്പടിയിൽ ഒത്തിരിയേറെ പവർ ആക്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്താണ്? കർത്താവിൻ്റെ വചനം പാലിക്കുകയല്ലേ? കർത്താവിനെ അറിയാത്തവർ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു. അതുപോലെ അതെല്ലാം ഗ്രേസ്ഫുള്ളായിട്ട് ചെയ്യണം. അതായത് എന്ന് വെച്ചാൽ തീവ്രമായ ഭക്തിയോടെയും ദൈവസ്നേഹത്തോടെയും ചെയ്യണം. അല്ലാതെ ആക്കാനും വേണ്ടി ഒക്കാനവരെ ചെയ്യരുത്. അത് ചെയ്യണ രീതികളൊക്കെ ഉണ്ട്. അയ്യോ ഇത് തിരുണ്ട്, ഇനിയിപ്പോൾ 10, 1, 2, 3, ഇനി 8 പത്രമുണ്ട്, ഇത് ഇവിടെ കൊടുക്കാനാണ് ദൈവം മണ്ണാങ്കട്ട. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക വായും മണ്ണ് വീഴാനുള്ള സാധ്യതയുണ്ട്. കാര്യം 8 പത്രം ഉണ്ടാകുമ്പോൾ ഒരു ചെടുത്ത ദിവസം ഒരു സാക്ഷ്യം പറയണേ, ഞാൻ എൻ്റെ പത്രമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ പള്ളി ചെല്ലുമ്പോഴുണ്ട് അവിടെ ഇരിക്കുന്ന കുറേ പത്രം, ഞാൻ പിന്നെ അതെടുത്ത് വിതരണം ചെയ്തെന്ന്. എന്ത് ക്രേസാണ് അവർക്ക്. ആരാണ്ട് മടിയന്മാർ വെച്ചിട്ട് പോയതാണേ. ഓരോരുത്തർക്കും കൊടുക്കേണ്ട സംഭവം ഇവർ ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി എവിടെച്ചാലും എങ്ങനെ ആരെ പറ്റിക്കാതെ നടക്കുന്ന ആൾക്കാരില്ലേ? അപ്പോൾ എങ്ങനെ ഈ സംഭവം സൂത്രത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നടക്കുന്ന ആൾക്കാർക്കാണ് അക്കടി വീഴാൻ സാധിക്കും. അവർ പള്ളി വെച്ചോണ്ട് പോയ സാധനമാണിത്. വേറെ ഒരാൾ വന്നപ്പോൾ എടുത്ത് വിതരണം ചെയ്ത്. അതാണ് കപ്പാസിറ്റിയുടെ വ്യത്യാസം. അതാ വ്യത്യാസം. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഉടായ്പ കാണിച്ചിട്ട് ദൈവത്തിനൊക്കെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. മിക്കവാറും പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. കാര്യം ഇതിൻ്റെ അകത്ത് ഒരു ഇപ്പം നിങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യം നിങ്ങൾക്ക് വേണ്ടി അപ്പനെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കരുത്, നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. കാര്യം ഉടമ്പടിയല്ലേ, ബൈലാറ്ററൽ ഉടമ്പടി, വ്യക്തികളും കക്ഷിയുമായിരുന്നല്ലേ. നീ ഒരു കക്ഷി, ദൈവം ഒരു കക്ഷി. ഇതനുസരിച്ച് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി നീ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ക്ലെയിം ആവും നിനക്ക്. ഇപ്പം ക്ലെയിം ഇല്ലല്ലോ. ഇപ്പം നീ തെണ്ടിയായിട്ടല്ലേ വന്നിരിക്കണം. അയ്യോ ദൈവമേ തരണത്, എൻ്റെ കയ്യിൽ നിന്ന് വലിയ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് നിൻ്റെ മുമ്പ് നിൽക്കാൻ പോലും പറ്റത്തില്ല, കൂലിയെന്നൊക്കെ പറയും. എന്തിനാണ് നാണം കെട്ട വർത്താൻ പറഞ്ഞ് നടക്കുന്നത്? പൈസ 10-50 ആയില്ലേ? ഇനിയെങ്കിലും നിർത്തിയിട്ട് മര്യാദയ്ക്ക് ക്ലെയിം ഉണ്ടാക്കാൻ നോക്ക്. അത് മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോഴും അവരെ കൊണ്ട് അമ്മയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അപ്പനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഇറ്റ് ഇസ് നോട്ട് സെൻസ്. യു ആർ കം ഓഫ് ഏജ്. ഇത് നിങ്ങൾ തന്നെ കൈനീട്ടാതെ സ്വന്തം നിലനിൽക്കുക. അതിനുള്ള എല്ലാവിധ ഫോർമുലയും ഉടമ്പടിയിലുണ്ട്. ഉടമ്പടിയിൽ നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള ഓരോ മാർഗവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ജോലി ചെയ്ത് കൃപയുണ്ടാക്കാനുള്ള, കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഓരോ മാർഗം തന്നിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ എല്ലാം നടപ്പിൽ വരുത്തുന്നത് കൃപ കൊണ്ടാണ്. നിങ്ങളുടെ IELTS ആയാലും വസ്തു വിൽപ്പന ആയാലും എല്ലാത്തിൻ്റെയും മൂല പവർ, ഫണ്ടമെൻ്റൽ പവർ കൃപയാണ്. ഈ കൃപ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നത്? അധ്വാനം കൊണ്ടാണ്. അധ്വാനം കൊണ്ട് എന്തുണ്ടാവും? കൃപയുണ്ടാവും. കൃപ കൊണ്ട് എന്തുണ്ടാവും? അധ്വാനം ഉണ്ടാവും. അത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകമായിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ 1 കൊരിന്ത്യസ് 15:10 വായിച്ചോളൂ. 1 കൊരിന്ത്യസ് 15:10. ശ്രുതികട്ടെ. എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. വായിച്ചോളൂ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എല്ലാവരെക്കാൾ അധികമായി ഞാൻ അധ്വാനിച്ചു. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അന്ന് പറഞ്ഞേ, എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. പറഞ്ഞോളൂ. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ആളല്ല. അയാൾ 14 പ്രാവശ്യം കപ്പൽ യാത്ര ചെയ്തിട്ടുണ്ട്. 3 പ്രാവശ്യം കപ്പൽ, 14 ലെറ്റേഴ്സ്, എത്രയോ 14 സഭകളെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹം പറയണത് എന്താണ്? എൻ്റെ കൃപയാണ് എന്നിൽ അതൊക്കെ ചെയ്യിച്ചത്. പക്ഷേ അധ്വാനിക്കും തോറും എൻ്റെ കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കൃപയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് കൃപയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് സാധാരണഗതിയിൽ ഈ 9 നൊവേന കൂടി അങ്ങനെ ഒരേ പരിപാടി ചെയ്തിട്ട് നമ്മളിങ്ങനെ കുറച്ച് അപേക്ഷ കത്തിയിട്ടുള്ള ഇങ്ങനെയുള്ള ഈ കലാപരിപാടിയില്ലേ, ഇതിനകത്ത് വരുന്നതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ മെയ്യനങ്ങാൻ പറ്റാത്തവർ
ഇങ്ങനെ എവിടെയെങ്കിലും പോയിരുന്നുകൊണ്ട് എന്തെങ്കിലും ചുണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചാൽ പാടിയ എന്ത് ചെയ്തിട്ട് ഈ വ്യക്തി ജീവിതകാലം മുഴുവൻ നടന്നാൽ ഈ വ്യക്തിക്കൊരു മാറ്റമോ കൃപയോ ആ കൃപ വർദ്ധിപ്പിക്കുകയോ ക്ലെയിം കൂടുകയോ കപ്പാസിറ്റി കൂടുകയോ ചെയ്യുന്നില്ല. ഞാൻ നോവിനക്കെതിരല്ല, അതൊരു മധ്യസ്ഥ പ്രാർത്ഥന മാത്രമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ രൂപം അത് കഴിയുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട് നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിരിക്കണം. നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. അതുമാത്രമാണ് നിങ്ങളുടെ ക്ലെയിം കൂട്ടണത്, നിങ്ങളുടെ ക്ലെയിം വർദ്ധിപ്പിക്കണത്. ഇത് തമ്മിൽ ഞങ്ങൾ കുറേ ഇക്വേഷൻസ് നിങ്ങളോട് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നതനുസരിച്ചുകൊണ്ട് 1:12 വർക്ക് ചെയ്യുകയാണ്. എന്താണ്? അവൻ്റെ നാമത്തിൽ പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ്റെ നാമത്തെ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോഴേ ഈ കഴിവ് എന്ന് പറയണത് വിശ്വാസം വഴി വരണതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, വിശ്വസിച്ചാൽ പോരെ? ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, പക്ഷെ പ്രോബ്ലം ഉണ്ട്. വിശ്വാസത്തിലാണ് ഈ അധ്വാനം വരണത്. എന്താ കാര്യം? വിശ്വാസം പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്, അല്ലാതെ പ്രാർത്ഥനയാലല്ല. ഇവിടുത്തെ പോയിന്റ് മനസ്സിലായ? ഇത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഉടമ്പടി? അതിന് ഉത്തരം ഞാൻ പറയുകയാണ്. യാക്കോബ് 2:7, 2:15. ശ്രുതികട്ടെ, വായിക്കട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. യാക്കോബ് 2:24. യാക്കോബ് 2:24. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല. ഒന്ന് പറഞ്ഞേ, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. യാക്കോബ് 2:15-17 വായിച്ചേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പറഞ്ഞ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഇത് എവിടെയാണ് അച്ഛൻ കണക്ട് ചെയ്തിരിക്കണം നോക്കിയേ? കപ്പാസിറ്റിയിലാണ്. എവിടെയാണ് കപ്പാസിറ്റി? യോഹന്നാൻ 2:12 അവന്റെ നാമത്തിൽ പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ആ കഴിവിന് അർത്ഥം എന്താണെന്നറിയാവോ? ആ കഴിവെന്ന് പറഞ്ഞാൽ അവകാശമാണ്. ദൈവമക്കളാകാനുള്ള അവകാശമാണ് നമുക്ക് നൽകപ്പെടുന്നത്.